ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു മിഠായി കൊണ്ട് അണ്ണൻ കുറെ നേരമായിട്ട് നമ്മുടെ അടുത്ത് ഞാൻ എടുക്കട്ടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു മിഠായി ഉണ്ടോ ഇത് ഇത് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ അണ്ണൻ ശരി. ഇനിയിപ്പോൾ കിച്ചു കാണാൻ വരാത്തതാണ് രേണുവിൻ്റെ പരാതിയായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരുപാട് കാരണങ്ങൾ അവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒത്തിരി ന്യായങ്ങളോ ഉണ്ടായിരിക്കും. പുതിയൊരു വീഡിയോക്കകത്തോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തൊരു കാര്യം കമൻറ്റ് ചെയ്തേക്കാം. രേണുവിനെ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് ചെയ്ത പല വീഡിയോസും ഇവർ നിഷേധിക്കാനാണ്. തനിക്ക് അങ്ങനെ ഒരു രോഗമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനായിട്ട് ഒന്ന് അറിയിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അറിഞ്ഞിടത്തോളം ഭൂരിഭാഗം ആൾക്കാർ ഇവർക്ക് അത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞിട്ട് അത് നിഷേധിക്കുകയാണ് ഇവരുടെ കൂട്ടുകാരും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവർ തന്നെ വന്നിരുന്നിട്ട് ഇവർക്ക് ക്യാൻസർ ആണ് എന്ന രീതിയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇടുന്നുണ്ട്. അതെല്ലാം അതിൻ്റെതായ വഴിക്ക് പോട്ടെ. പല ആൾക്കാരും പല രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിനെ നമുക്കൊരു വ്ളോഗായിട്ട് മാത്രം കാണാം. അതൊരു വരുമാന മാർഗ്ഗം കൂടിയാണല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ വ്ളോഗാക്കുന്നുണ്ട്, ട്രാവൽ വ്ളോഗാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരാളുടെ രോഗാവസ്ഥ, ചികിത്സയുടെ കാലഘട്ടം, അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വരുന്ന രീതികൾ എല്ലാം വ്ളോഗാക്കിക്കൂടാം. അപ്പോൾ ഇത് വ്ളോഗായിട്ട് കാണാം. ഇവിടെ ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കിച്ചു ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ആരും ഇത് വിവാദമാക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വിഷയം വിവാദമാവരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വക കാര്യങ്ങൾ എന്തുകൊണ്ട് കിച്ചുവിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ സംസാരിക്കാതെ ഇരുന്നുകൂടാ, അവനെ വെറുതെ സോഷ്യൽ മീഡിയയ്ക്ക് പിച്ച് ചീന്താൻ മുമ്പോട്ട് ഇട്ട് കൊടുക്കാതെ ഇരുന്നുകൂടാ എന്ന് ഒത്തിരി പേർക്കുള്ള സംശയമാണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അവരുടെ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ താഴെ തന്നെ കണ്ടിട്ടുള്ളതാണ്. അത്രയും വലിയ ഇഷ്ടമുള്ളതാണെങ്കിൽ ഈ വിഷയം എടുത്തിടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഇവർക്ക് കിച്ചു കാണാൻ വന്നോന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള ഒറ്റൊരു ഉത്തരത്തിൽ നിർത്താമായിരുന്നു. പക്ഷേ ഇവർ വല്ലാതെ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. വാട്ട് ഓവർട്ടീസ് എന്തെങ്കിലും ആവട്ടെ. ഇനി ഇവരുടെ രോഗാവസ്ഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറൊക്കെ തന്നെയാണ്. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റട്ടെ. പണ്ടത്തെ പോലെ ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കാൻ പറ്റാത്ത പ്രയാസം പുള്ളിക്കാരിക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. മുടിയെല്ലാം മുട്ടയടിച്ച് ആ ഒരു അവസ്ഥയിൽ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയാണ്. ഇവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുന്നില്ല. അത് കാണുന്ന സമയത്ത് ആസ് എ പേഴ്സൺ നമുക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അവർ പണ്ട് ചെയ്ത കാര്യങ്ങൾ അവരുടെ വായിലും നാക്കെല്ലാം ഗ്ലോറിഫൈ ചെയ്ത് നല്ലതാണ് എന്ന് നമ്മൾ തിരുത്തി പറയുന്നില്ല. ആവുന്ന സമയത്ത് അവരെന്തെല്ലാം ചെയ്തു അതെല്ലാം നോൺസെൻസ് തന്നെയാണ്. നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. തെറ്റുള്ളത് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് വീഡിയോകൾ ശ്രദ്ധിച്ചു. സ്ഥിരമായിട്ട് ഇവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. ഒരുപാട് പേര് മാറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ സൊസൈറ്റീനെയും കൂടെ ഈ ഒരു ഇതിൽ വിലയിരുത്തണം. ഒരാൾ ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ വീണ്ടും ഭീമമായ രീതിയിൽ കുറ്റപ്പെടുത്താതെ അവർക്കൊരു സപ്പോർട്ട് നൽകാൻ മനസ്സ് നമ്മുടെ മലയാളികൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒത്തിരി പേര് അവരെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരല്ല, ഞാൻ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസുഖമാണെന്ന് കണ്ടു, ഇനി എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവർ പണ്ട് പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ഇങ്ങനെ കുത്തഴിഞ്ഞ പോലെ ജീവിച്ചിട്ട് പണ്ട് എന്തൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു, ഇപ്പോൾ എന്തായാലും ദൈവത്തിലേക്ക് തിരിഞ്ഞില്ലേ നന്നായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണെങ്കിലും അസുഖം പെട്ടെന്ന് ഭേദമാവട്ടെ. ഇനി നമുക്ക് പുള്ളിക്കാരി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അവരുടെ വീഡിയോ ഒന്ന് കാണാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല അവനോട്. എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പൊ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്ക് തിരുമേനിയുടെ കാര്യം, അത് നല്ലൊരു വ്യക്തിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എത്രയൊക്കെ ഇവർ ദ്രോഹിച്ച പുള്ളിക്കാരനെ, ഒച്ചപ്പാടും ബഹളമായിട്ട്, എന്നിട്ടും ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് എല്ലാം തനിക്കേറ്റ അപമാനങ്ങളും സോഷ്യൽ മീഡിയക്കകത്ത് അവർ പറഞ്ഞ ആരോപണങ്ങളും തിരുമേനിനെ വിഷപ്പാമ്പ് എന്ന് വരെ വിളിച്ച് അധിക്ഷേപിച്ച് അതെല്ലാം മറന്ന് ഒരു തിരുമേനിയുടെ കൃത്യമായ കർമ്മങ്ങളും കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ആർക്കും പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ പദവിയും പുള്ളി ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷൻ എന്ന രീതിയിലും നിന്നിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീണ്ടും ഇവരോട് രമ്യതപ്പെട്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് അയാളുടെയൊക്കെ മനസ്സ് ഭയങ്കര ഒരു വലിയ മനസ്സ് തന്നെയാണ് കേട്ടോ. എന്താണെങ്കിലും മാപ്പ് അപേക്ഷിക്കാനും സോറ് ചോദിക്കാനും കാണിച്ച ഇവരുടെ മനസ്സ് നമ്മൾ കുറച്ച് പറയുന്നില്ല. അതും നല്ലൊരു മനസ്സ്, നല്ലൊരു കാര്യം തന്നെയാണ്.
കാരണം അവർ ഇത്രയും വെറുക്കപ്പെട്ട രീതിയിൽ അയാൾ അങ്ങനെയും ട്രീറ്റ് ചെയ്തിട്ടും ആ ബിഷപ്പിനെ അങ്ങനെയും ട്രീറ്റ് ചെയ്തിട്ടും തനിക്ക് രോഗാവസ്ഥയായി അപ്പം താൻ ചെയ്തത് തെറ്റിപ്പോയി, ഇനി അദ്ദേഹത്തിനോട് മാപ്പ് പറയണം എന്ന് കാണിച്ച ആ ഒരു മനസ്സ്, അതും വളരെ നല്ലത്. കൂടെയുള്ള കുട്ടി അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിന്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതാർക്കും വരാതെ നിൽക്കട്ടെ. ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര വേദനയാണ്. ഒരുപാട് പേര് അങ്ങനെ അനുഭവിക്കുന്നതാണ്. വെറുതെ ഇരുന്ന് കരയുക, ടെൻഷൻ, ഉറക്കം കിട്ടായ്മ, ഒരു സുഖമില്ലായ്മ, ആകെ ഒരു അഴഞ്ഞ കുഴമട്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു വിമ്മിട്ടാണ്. അത് അങ്ങനത്തെ അസുഖമൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ഇനി വന്നിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ വന്നിട്ടുണ്ട് അവർക്കെല്ലാം പെട്ടെന്ന് തന്നെ അത് ഭേദമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കിച്ച് വരാത്ത കേസ് വരെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഏതൊക്കെയോ തരത്തിലെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇവരുമായിട്ട് ഉണ്ടായിരുന്നിരിക്കും. പെട്ടെന്ന് നേരിട്ട് മുമ്പോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതിപ്പം അവയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇത്രയും സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ചർച്ചയാക്കിയ സ്ഥിതിക്കും ഒന്ന് വിളിച്ചു നോക്കാനുള്ള ഒരു മര്യാദ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവരവരുടേതായ ഭാഗം ഒരു ന്യായീകരിക്കുന്ന സമയത്തേ നമുക്ക് അറിയത്തുള്ളൂ ഈ കാരണം കൊണ്ടാണ് അവൻ്റെ ഭാഗത്ത് തെറ്റില്ല നമുക്ക് അപ്പോഴേ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം പോയ ആ ഒരു വാക്ക് അത് അവർക്കൊരു ആശ്വാസമാണെങ്കിൽ അതൊന്നൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി അവരൊന്ന് വിളിക്കുന്നതിലൊന്നും പോയി കാണുന്നില്ല. അവർ എനിക്ക് തോന്നുന്നു ഇവർ ഈ സ്ത്രീ രേണു അവൻ വന്ന് കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. കാരണം പുള്ളിക്കാരുടെ സംസാരത്തിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ വളർത്തി വലുതാക്കിയ ഒരു മകനുണ്ട്, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല, ഇതുവരെ എന്നെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലൊരു അവൻ വരാത്തതിലൊരു വിഷമം അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു പക്ഷേ അവൻ ഇവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതിലോ ഇവരെ ഒന്ന് കാണാൻ പറ്റത്തില്ലോ അവൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു രോഗം റിവീൽ ആവുന്നതിന് മുമ്പ് അവർ കാണിച്ച ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ്, അവർ ആണുങ്ങൾക്ക് അയക്കുന്ന മെസ്സേജസ്, സബ്സ്ക്രിപ്ഷൻ ചാനൽ വഴി അവർ കാണിക്കുന്ന തിരുമ്മൽ, കുഴയ്ക്കൽ, ക്രീമിൻ്റെ പരിപാടി, ഐസ്ക്രീം, ഈ വക സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് അരോചകം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇവർ പറയുന്നത് അത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ പണ്ട് നെഗറ്റീവ് പറഞ്ഞവർ ഇവരിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ട്രീറ്റ്മെൻറ്റിനും ആളുകൾ സഹായിക്കുമെന്ന് 100% ഉറപ്പാണ്. ഒരാൾ നോ പറയില്ല. അതിനാസ്പദമായ സംഘടനകളും കാര്യങ്ങളും പണം പിരിക്കാൻ ഒത്തിരി ആൾക്കാരും എല്ലാം ഉണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ആളുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പം സബ്സ്ക്രിപ്ഷൻ വഴി പണം ഉണ്ടാക്കി രോഗം ചികിത്സിക്കുക എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ശരിയായ ഒരു പരിപാടിയല്ല. അതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപക്ഷെ സ്വന്തം അച്ഛൻ്റെ ഭാര്യ, അവൻ്റെ അമ്മയല്ലെങ്കിലും അച്ഛൻ്റെ ഭാര്യ, ഇപ്പോൾ ഡിവോഴ്സ് ഒക്കെ ആണെങ്കിൽ അവന് എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കാം. അപ്പം അവൻ്റെ സ്വന്തം അമ്മയല്ലാത്ത സ്ഥിതിക്ക്. പക്ഷേ സ്വന്തം അച്ഛൻ്റെ ഭാര്യ ആയിരിക്കെ അച്ഛൻ മരണപ്പെട്ട് അവൻ്റെ കൂടെ കുറച്ച് കാലം നിന്ന് വെളിയും തെളിയും മെസ്സേജ് ആയിപ്പോൾ എല്ലാം ഉണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പരിപാടി കാണിക്കുമ്പോൾ അവൻ്റെ അപ്പനോട് ഈ സ്ത്രീക്കുള്ള സ്നേഹം കൂടെ അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ടായിരുന്നിരിക്കാം വരാതിരിക്കുന്നത്, വിളിക്കാതിരിക്കുന്നത്. ഒക്കെ നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ്. എന്താണ് സത്യാവസ്ഥ എന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. എന്താണെങ്കിലും അവന് പ്രത്യേകിച്ച് സമാധാനമൊന്നുമില്ല. അവൻ്റെ വീഡിയോസിലാവട്ടെ കമൻസിലൊക്കത്തെയും അവനെ പൂരപ്പാട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോക്കകത്തോട്ട് വരാം. ക്യാൻസർ രോഗം എന്നെ വിട്ട് മാറിയാൽ ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ചാരി ഇരിക്കുന്നത്. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്ന് ചിരിച്ചു കാണുന്നില്ല അതിന്റെ മുഖം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. ഞാൻ നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഋതപ്പൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ ഒരു വിഷമാട്ടോ. പാവാക്കുട്ടി ചെറിയൊരു പ്രായത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു, സഹോദരൻ മാറി താമസിക്കുന്നു, വേറെ ആൾക്കാരുടെ കൂടെ, അതായത് വേറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞല്ല, ഇവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ അങ്ങനെ നിൽക്കുന്നു. ഈ പുള്ളിക്കാരിയാണെങ്കിൽ ഷൂട്ട് അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പോകുന്നത്, കുട്ടി ഫോണിനോട് തന്നെ അധികം അറ്റാച്ച്ഡ് ആവുന്നത്, വല്ല പ്രസരിപ്പില്ലാതെ, ചിരിയില്ലാതെ, കളിയില്ലാതെ, അതൊരു മങ്ങിയ അവസ്ഥയിൽ ജീവിക്കുന്നതും കളിക്കുന്നതും ഒക്കെ നമ്മളെല്ലാവരും റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു ലോകാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ കൊച്ചിനെ കുറിച്ചുള്ള നമുക്കറിയാം, നമ്മൾ അമ്മമാരാണ്, നമുക്കറിയാം കുട്ടികളെ നമ്മളില്ലാണ്ടായുള്ളൊരവസ്ഥ നമ്മൾ ഒരു നേരമെങ്കിലും ചിന്തിച്ചു വെക്കുമ്പോൾ ആ കൊച്ചിൻ്റെ അവസ്ഥയിലേക്ക് ഈ സ്ത്രീയും കൂടെ ഇല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരു കൊച്ചായിട്ട് വളരാമെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരും, ആ ഒരു ഉറപ്പുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ഭൂരിഭാഗം ആൾക്കാരും സർവൈവ് ചെയ്യുന്നൊരു രോഗം തന്നെയാണ്. അപ്പം ഇവർക്കും രോഗം എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കട്ടെ. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് അവരോട് പണ്ടും ഇപ്പോഴും വ്യക്തിപരമായിട്ട് യാതൊരു തരത്തിലുള്ളതില്ല. അവർ കാട്ടിക്കൂട്ടുന്നതിന് നമ്മുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ റിയാക്ഷനായിട്ടും വിമർശനമായിട്ട് ശബ്ദം ഉയർത്തിയും ശബ്ദം താഴ്ത്തിയും കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും വ്യക്തിപരമായിട്ട് ഇവരോട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്കില്ല. അവരെ നമ്മൾ നേരിട്ട് കാണാനോ, നമ്മളെപ്പോഴും പറയുന്നത് നേരിട്ട് കാണുമ്പോൾ അടിക്കാനോ, തുണിമുക്കി കാണിക്കാനോ, കല്ലെറിയാനോ, ചീത്ത പറയാനോ, തെറി വിളിക്കാനോ നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല. ഇവരുടെ ആശയങ്ങളോടും പ്രവർത്തികളോടും നമ്മൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ഇവരെ സോഷ്യൽ മീഡിയക്കകത്ത് കാട്ടിക്കൂട്ടുന്നത് അത് നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഇവർക്കെതിരെ വിമർശനങ്ങളായിട്ട് പറയുന്നതുകൊണ്ട് അത് അവിടെ തന്നെ അവസാനിപ്പിക്കുന്നതാണ് അതിൻ്റെതായ ശരി. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ
വിവാദമാക്കാൻ പറഞ്ഞതല്ല അവനോട്. എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എന്റെ റൂമിൽ വാർക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എന്റെ വീട്ടിൽ, എന്റെ ചേച്ചി, എന്റെ ചേട്ടൻ, എന്റെ അമ്മ, എന്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവര്. അതുപോലെ എന്റെ മാനേജർ കരീഷ്മ, മാനേജറിന് ഞാൻ പറയുന്നില്ല. അതുപോലെ എന്റെ സഹോദരൻ, ഇപ്പൊ ഈ ക്യാമറ എടുക്കുന്ന എന്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിന്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും അടുത്ത കീമോയുടെ വിശേഷമായിട്ട് കാണാം. അപ്പം അതുവരെ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സംസാരിക്കാനൊന്നും വയ്യ. അതിൽ ഒത്തിരി കമന്റ്, ഇവരുടെ ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. രേണു സങ്കടപ്പെടല്ലേ, അവൻ വന്നില്ലെങ്കിൽ വരണ്ട, അവനെ ഇതുവരെ ചേർത്ത് പിടിച്ചില്ലേ, ആദ്യത്തെ കുഞ്ഞായിട്ട്. അപ്പോൾ അവനെ രേണു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞു അമ്മയെ അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് മതി. ഋതപ്പനാണ് ഉദ്ദേശിക്കുന്നത്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ചേച്ചി ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരാണ് ചിലരൊക്കെ. ഈ അവസ്ഥയിലും അവരെ തെറി കേൾപ്പിക്കാനാണ് അമ്മയുടെ ആഗ്രഹം. ഇത്ര സ്നേഹനിധിയായ ഒരു അമ്മ വെറുതെ അല്ല ആ ചെക്കൻ ഓടിപ്പോയതുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ ഈ ഒരു വീഡിയോക്കകത്തും ഒരുപാട് പേര് നെഗറ്റീവ് പോലെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ വായിച്ച കമന്റ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവനെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവൻ ഇതുവരെ വന്നില്ല, ഒന്നും നോക്കിയില്ല, 11 വയസ്സ് മുതൽ നോക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ ആളുകളിലേക്ക് ഒരു മോശം ഇമേജ് കൊടുക്കാനാണ് എന്നുള്ളതാണ് കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലാക്കുന്നത്. ഇനി കിച്ചുവിൻ്റെ ഒരു വീഡിയോ കാണാം. അവനിപ്പോൾ ഈ അടുത്ത് എന്തോ ബോക്സിൽ ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് കൊടുത്ത് അതെടുത്ത് ശരിയായ ഉത്തരം പറയുന്ന ആൾക്കാർക്ക് 200, 300 എന്നൊക്കെ പറഞ്ഞ് ഈ ഗീവ് അവേൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, അതേമാതിരി വ്ളോഗ് സ്റ്റാർ വിഷ്ണു അവരൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ടൈപ്പ് സാധനമൊക്കെ ഇവൻ ചെയ്ത് നടക്കുന്നുണ്ട്. ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയായി. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് വന്നിട്ട് ഈ കുട്ടീനെ നെഗറ്റീവ് പറയുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാട്ടോ. എന്തായാലും നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു മിഠായി കൊണ്ട് അണ്ണൻ കുറെ നേരമായിട്ട് നമ്മുടെ അടുത്ത് ഞാൻ എടുക്കട്ടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു മിഠായി ഉണ്ടെണ്ണ ഇത് ഏതാന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ അണ്ണൻ 200 രൂപ വരും. കഴിച്ചു നോക്കിയിട്ട് ഏതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ. ഇതിൻ്റെ താഴെ ഒരുപാട് പേര് വന്ന് നെഗറ്റീവ് പറയുന്നുണ്ട്. എനിക്ക് എല്ലാ കുട്ടികളോടും ഭയങ്കര സ്നേഹമാണ്, പക്ഷെ കിച്ചുവിനോട് എന്തോ ഒരു അകൽച്ച, അവൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ആ സ്ത്രീയുടെ ആരുമല്ലായിരുന്നിട്ട് കൂടി എനിക്ക് അവരെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നു. ക്യാൻസർ എന്ന മാരരോഗം അവരെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. എത്രയാണേലും നിന്നെ ഇത്രത്തോളം ആക്കിയില്ലടാ. നിനക്ക് ഇപ്പം നിന്നിങ്ങനെ ചിലയ്ക്കാൻ ആരോഗ്യം ഉള്ളോണ്ടല്ലേ. അത് ആ പാവം സ്ത്രീ നിന്നെ എത്രത്തോളം വളർത്തിയോണ്ടല്ലേ. ഇപ്പോഴത്തെ കാലത്ത് പെറ്റ തള്ളു പോലും സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക, കൊന്നുകളയുന്നു. രേണുവിൻ്റെ നല്ല മനസ്സ് നിന്റെ ഇപ്പോൾ ഉള്ള ആരോഗ്യവും ജീവിതവും അതിൻ്റെ ഒരു നന്ദിയെങ്കിലും കാണിക്കും. കാലം കണക്ക് ചോദിക്കാതെ ഇരിക്കില്ല, ആരോടാണെങ്കിലും കാത്തിരിക്കാം. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. ഒരു അഡീഷണൽ പ്രാക്ക് പോലെയാണ് പല കമൻറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്. കിച്ചു രേണുവിനെ കാണാൻ പോകണം മോനെ, പ്രോബ്ലംസ് എന്തുവാട്ടെ, നിനക്ക് നല്ലതേ വരൂ. കാണാൻ പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ അവർക്ക് അത് അത്രയും മെൻ്റലി ഒരു ആശ്വാസം കൊടുക്കുകയാണെങ്കിൽ അത്രയെങ്കിലും ആശ്വാസം അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതുന്ന ഒരു നല്ല കാര്യം തന്നെയല്ലേ. ഇതിൽ ഒരുപാട് കമൻ്റ് ഉണ്ട്. ബന്ധങ്ങളുടെ വില അറിയാൻ അവൻ ശ്രമിച്ചില്ല, കയ്യും കാലമൊക്കെ വളർന്നില്ലേ, മറ്റുള്ളവർ എന്തിനാ എന്ന് തോന്നിക്കാണും. ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരുപക്ഷെ അവരെ നേരിട്ട് പോയി കാണാനോ ഫേസ് ചെയ്യാനോ അവൻ ഏതൊക്കെയോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കാണെങ്കിലും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ഷെല്ല് പൊട്ടിച്ച് നമുക്ക് പുറത്തേക്ക് വരാൻ അതിൻ്റെതായ ടൈം എടുക്കും. അപ്പോൾ അവനും അങ്ങനെ ഒരു സമയം വേണ്ടി വരുമെന്ന് കരുതുന്നു. അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും ഇതിനു മുമ്പ് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാത്തിനും അവൻ മിണ്ടാതെ ഒന്നും എടുക്കും. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർ അമ്മയായിരുന്നിരിക്കും അച്ഛൻ മരിച്ചതിന് ശേഷം ഇവരുടെ ഫാമിലീൻ്റെ കയ്യിൽ നിന്ന് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് അവൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ത്രാസിലിട്ട് കണക്കാക്കി നോക്കുന്ന സമയത്ത് അവൻ ഇവരുടെ ഇടയിലോട്ട് ഇറങ്ങി അങ്ങ് ചെല്ലാൻ അവൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നമ്മളതും കൂടെ മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ പോയി കാണാതിരിക്കത്തൊന്നുമില്ല, പോയി കാണുമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറയുന്നുള്ളൂ, കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി, വയ്യായിരുന്നു, പല്ലുവേദനയൊക്കെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ്